മാജിക് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. എന്താണെന്ന് നിങ്ങൾക്കറിയോ? മാജിക് ടൈറ്റിൽ പോട്ടെ, സാധാരണ ടൈറ്റിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയോ? എല്ലാവരും ടൈറ്റിൽ കൊണ്ടുപോയിട്ട് ഹാഷ്ടാഗ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഹാഷ്ടാഗ് ഒന്നും ടൈറ്റിൽ കൊണ്ട് ഇടരുത്. ഹാഷ്ടാഗ് എന്താണ്, ടാഗ് എന്താണെന്നൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സാധാരണ നമ്മൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ശുദ്ധവുമായ പശുവിൻ പാലിലുണ്ടാക്കിയ സാധനം എന്ന് കാണാം, അല്ലെങ്കിൽ പശുവിൻ പാലിലുണ്ടാക്കിയ സാധനം കണ്ടാൽ നമ്മൾ ഈ ശുദ്ധവുമായ പശുവിൻ പാലുണ്ടാക്കിയതല്ലേ എടുക്കുള്ളൂ. ഇതേപോലെ തന്നെയാണ് തമ്പനയിൽ കൊടുക്കുന്ന വേർഡ്സും ടൈറ്റിൽ കൊടുക്കുന്ന വേർഡ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ RPM, അതായത് മോണിറ്റൈസേഷൻ ആയ ആളുകൾക്ക് അവരുടെ വരുമാനം കിട്ടുന്നതിൻ്റെ പേഴ്സൻറ്റേജ് ഉണ്ടല്ലോ, RPM എന്ന് പറയുന്നത് 1000 വ്യൂവിന് എത്ര പൈസ കിട്ടുന്നു, അതുവരെ നമുക്ക് ഈ ടൈറ്റിലിലെ ഈ വേർഡ്സ് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതിനും ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മാത്രം വരുമാനം ഉണ്ടാവുന്നതല്ല പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം, ടൈറ്റിലിൽ നിങ്ങൾ കൊടുക്കുന്നത് മലയാളത്തിൽ ഇങ്ങനെ കുറേ എൻ്റെ വീട്ടിൽ ഞാൻ പോയപ്പോൾ അല്ലെങ്കിൽ എൻ്റെ മത്തിക്കറി കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയാലൊന്നും എന്ത് ചെയ്യില്ല, അതിന് വലിയ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും കിട്ടില്ല. കാരണം നിങ്ങൾ അവിടെ മത്തിക്കറി എന്ന് എഴുതേണ്ട ആവശ്യമില്ല. മത്തിക്കറി മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, തമ്പനയിൽ നിങ്ങൾ എഴുതുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ തമ്പനയിൽ ഒരു എസ്സേ തന്നെ എഴുതുന്നുണ്ട്, മറ്റേ കഥ മൊത്തം എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് എഴുതി വെച്ചേക്കാം. അപ്പോൾ തമ്പനയിലൊക്കെ നമുക്ക് മാറ്റാം. അപ്പോൾ ഇതിൽ ടൈറ്റിലിൻ്റെ കേസിൽ വരാമെന്നുണ്ടെങ്കിൽ മാജിക് ടൈറ്റിൽ എന്ന് പറയുന്നത്, ഈ ടൈറ്റിലിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. ഫോർമാറ്റ് എന്നാൽ ഞാൻ കുറേ കാലം മുമ്പേ പഠിച്ചതാണ്, അത് പിന്നീട് അങ്ങനെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്, ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ഇംഗ്ലീഷിൽ ഈ പറയുന്ന വീഡിയോനെ കുറിച്ചിട്ട് ഒരു വേർഡ്, എന്നിട്ട് ഒരു പൈപ്പ് ഇടുക. പൈപ്പ് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ ഇട്ടിട്ട് നെക്സ്റ്റ് നിങ്ങൾ മലയാളത്തിൽ അതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അത് എഴുതുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പൈപ്പ് ഇട്ടിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ പേര്, ഈ ഫോർമാറ്റ് കറക്റ്റ് നിങ്ങൾ കൊടുക്കണം. കാരണം ചാനലിൻ്റെ പേര് നിർബന്ധമായിട്ടും കൊടുക്കണം. ചാനലിൻ്റെ പേരിന് ശേഷം വേണമെങ്കിൽ ഒരു പൈപ്പ് കൂടി ഇട്ടിട്ട് നിങ്ങൾക്ക് എപ്പിസോഡ് ഉണ്ടെങ്കിൽ കൊടുക്കാം. 01, 02, 03 അങ്ങനെ കൊടുത്താൽ മറ്റൊരു ഗുണം തന്നെ, നിങ്ങളുടെ ചാനലിൽ വീഡിയോ ഒരാൾ കണ്ടാൽ ഉടൻ തന്നെ അയാൾക്ക് മറ്റേ രണ്ടാമത്തെ വീഡിയോ, മൂന്നാമത്തെ വീഡിയോ ലിസ്റ്റിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ കുറേ സമയം ചെറിയ നിസ്സാരമായി, നിങ്ങൾ ഇന്നേവരെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, നിസ്സാരമായ കാര്യമാണ്, പക്ഷേ ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ കുറച്ചുകൂടി ടിപ്സ് പറഞ്ഞുതരാം. ഞാൻ ഇംഗ്ലീഷിൽ എഴുതണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ വീഡിയോ എന്താണ്, ഇപ്പം ബിരിയാണി ഉണ്ടാക്കുന്നതാണെങ്കിൽ ഹൗ ടു മേക്ക് ബിരിയാണി എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിൽ കയറിയിട്ട് മുകളിൽ ഹൗ ടു മേക്ക് ബിരിയാണി അടിക്കുക. അപ്പോൾ താഴെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ കുറേ ഇതുപോലെ സെയിം ആയിട്ടുള്ള വേർഡ്സ്, കീവേഡ്സ് വരും. അതായത് പലരും കൊടുത്തിരിക്കുന്ന ടൈറ്റിലൊക്കെയാണ് അത് വരുന്നത്. അപ്പോൾ അതിൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾ അതിൽ കാണുന്ന ഏതെങ്കിലും ഒന്ന് സൂട്ടബിൾ ആയിട്ട് ചൂസ് ചെയ്യാം. രണ്ടാമത്തത്, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ റീസെൻ്റ് ആയിട്ട് വ്യൂ കൗണ്ട് വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ ടൈറ്റിൽ അതുപോലെ കോപ്പി ചെയ്തിട്ട് അടിച്ചു മാറ്റിയിട്ടോ, കുഴപ്പമൊന്നുമില്ല, അത് ഇടുന്നതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ അതായത് ഈ നമ്മൾ കൊടുക്കുന്ന ടൈറ്റിലിൽ കീവേഡ്സ് ഉണ്ടാകുന്നത് നല്ലതാണ്. കീവേഡ്സ് പറഞ്ഞാൽ ഒന്ന്, ഈ കീവേഡ്സ് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടൈറ്റിൽ ഇതുപോലെ എടുക്കുക, യൂട്യൂബിൽ നിന്ന് എടുക്കുക. രണ്ടാമത് ഒരു പൈപ്പ് ഇട്ടിട്ട് അടുത്തത് കൊടുക്കുന്നത് കേരള ബിരിയാണി എന്ന് കൊടുക്കുക, അതൊരു കീവേഡാണ്. അല്ലെങ്കിൽ കണ്ണൂർ ബിരിയാണി, അല്ലെങ്കിൽ തലശ്ശേരി ബിരിയാണി, അല്ലെങ്കിൽ കോഴിക്കോടൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഒരു വാക്ക് കൊടുക്കുക. എന്നിട്ട് ഹൈഫൻ ഇട്ടിട്ട് മലയാളത്തിന് അതിനോട് സമമായിട്ടുള്ള സംഭവം കൊടുക്കുക. അതായത് കോഴിക്കോടൻ ബിരിയാണി അങ്ങനെ അടിച്ചാൽ, കാരണം കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്നത് ഇങ്ങനെയുള്ള വാക്കുകളായിരിക്കും. അപ്പം നമുക്ക് ആ ആളുകളെയാണ് നമ്മളെ വീഡിയോയിലേക്ക് കൊണ്ടുവരേണ്ടത്. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ടൈറ്റിൽ കൊടുത്തതിനെ കൊണ്ട് വലിയ കാര്യമുണ്ടാവില്ല. അപ്പം നിങ്ങൾ ഇതുപോലെ ഐഡിയപരമായിട്ട് കുറച്ച് ഉടായ്പകളൊക്കെ ചെയ്തിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും വ്യൂസ് ആണല്ലോ വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ കുറച്ചുകൂടി വ്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ ടൈറ്റിൽ, മാജിക് ടൈറ്റിൽ എന്താണെന്നുള്ളത് മനസ്സിലായി എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇന്നേ വരെ ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി കേട്ടിട്ടില്ലെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്നവരാണ് അതും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ചാനലിൽ നിലവിലുള്ള സബ് കൗണ്ട് എത്രയാണെന്നും അത് അടുത്ത ആഴ്ചയിലേക്ക് എത്രയാക്കുമെന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യും. കാരണം അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം, ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് വീഡിയോ ഇതുപോലെ പ്രസൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അതായത് താല്പര്യമുണ്ട് പക്ഷെ പറ്റുന്നില്ല എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് അവിടെ എന്നോട് പറഞ്ഞ പോലെ എൻ്റെ നമ്പർ ഗ്രൂപ്പിൽ അല്ലാതെ ഞാൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിന് ചെറിയൊരു ട്രെയിനിങ് പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പെയ്ഡല്ല, ഫ്രീ ആണ്, പൈസ ഒന്നും വാങ്ങിക്കുന്നില്ല. പൈസ വാങ്ങുന്നത് തമ്പനയിൻ്റെ ക്ലാസ്സിലാണ്. തമ്പനയിൻ്റെ ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും തമ്പനയിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ പറയാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.